ഞാനിപ്പോൾ 22 ഫീമെയിൽ കോട്ടയം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഐ തിങ്ക് ഞാൻ 2 കൊല്ലമായി സിനിമയിൽ വന്നപ്പോൾ തൊട്ട് പറഞ്ഞിരുന്ന എനിക്ക് ആഗ്രഹമുള്ള റോൾസ്, എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള സിനിമ അവിടെ എത്തി നിൽക്കുകയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇപ്പോൾ. ബിക്കോസ് നിദ്രയും 22 ഫീമെയിൽ കോട്ടയവും ലൈഫ് ടൈം റോൾസ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഈക്വലായിട്ട് ഞാൻ കാണുന്ന ഒരു ക്യാരക്ടറാണ് ടെസ് ആബ്രഹാം. 22 ഫീമെയിൽ കോട്ടയിലെ ടെസ് ആബ്രഹാമും നിദ്രയിലെ അശ്വതിയും ഐ തിങ്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സാണ് എനിക്ക്. പക്ഷെ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, അതായത് നമ്മൾ പ്രൂവ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് നമുക്ക് വേണ്ടി കഥ എഴുതാൻ മാത്രം നമ്മൾ ഡെഡിക്കേറ്റഡ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അല്ലാതെ വെറുതെ വന്നു സിനിമ ചെയ്തു പോവുക എന്നുള്ളതിനുപരി ഇതൊരു പ്രൊഫഷൻ പോലുമല്ല, അത് അങ്ങനെ കണ്ടിട്ട് പോലും കാര്യമില്ല. ഇതൊരു പാഷനാണ്, ഒരു ക്രിയേറ്റീവ് മീഡിയമാണ്. ഒരുപാട് ആളുകളോട് റീച്ച് ഔട്ട് ചെയ്ത് അവരെ എൻ്റർടൈൻ ചെയ്ത് അത്രയും ഒരു ബ്യൂട്ടിഫുൾ സ്ഫിയർ ആണെന്ന് മനസ്സിലാക്കി നമ്മളെ തന്നെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്ന് തോന്നുന്നു എനിക്ക്. അത് ഐ തിങ്ക് ആസ് എൻ ആക്ടർ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ആക്ടർ എന്നില്ലാതെ നമുക്ക് നല്ല കഥാപാത്രങ്ങൾ നമ്മളെ തേടി വരും എന്ന് തന്നെയാണ് എനിക്ക് ഇന്ന് ഐ തിങ്ക് ഐ സ്റ്റാൻഡ് വിൻഡിക്കേറ്റഡ് ആ ഒരു കാര്യത്തിൽ. എൻ്റെ 2 കൊല്ലത്തെ വെയിറ്റിന് എന്തെങ്കിലും ഫലമുണ്ടായി എന്ന് എനിക്കിന്ന് തോന്നുന്നുണ്ട് ശരിക്കും. നമുക്ക് 2 വിധത്തിലുള്ള അനുഭവങ്ങളുണ്ടാവും. ചിലത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിൻ്റെ താഴത്തെ പോകുന്നത് ഒന്ന്. ചില സിനിമകളുണ്ടല്ലോ, നമ്മൾ കഥ കേട്ട് എക്സൈറ്റഡ് ആവും, അത് കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വേറൊരു ലെവലിലേക്ക് പോവും. ആ ഒരു കളക്റ്റീവ് എനർജി എല്ലാം കൂടി ഒരുമിച്ച് വന്ന് നമ്മളത് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ ആ സിനിമ ചിലപ്പോൾ വേറെ ലെവൽസിലേക്ക് പോകുന്നത് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അത് കണ്ടു നിൽക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് അതിലും വലിയൊരു സംഭവമാണ്. പക്ഷെ ആ ഒരു എനർജീൻ്റെ സെൻറ്ററിൽ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത്, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ആർട്ടിസ്റ്റ് ബ്ലെസ്ഡ് ആണെന്ന് പറയുന്നത്. ആ ഒരു ക്രിയേറ്റീവ് സ്ഫിയറിൻ്റെ ആ എനർജിയുടെ നടുവിൽ നിന്ന് നമ്മൾ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് കാണാൻ പറ്റുക എന്നുള്ളത്. എനിക്ക് ആക്ച്വലി അതിനേക്കാളും കൂടുതൽ ത്രില്ലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഞാനേ അല്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ്. ബട്ട് വർഷ ഈ പറഞ്ഞ മാതിരി എൻ്റെ ഒരുപാട് മാനറിസംസും ട്രേറ്റ്സും ഉള്ള ഒരു ഋതുവിലെ വർഷ ഉള്ള ഒരു ഫിലിമായിരുന്നു. ബട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നിദ്രയിലൊക്കെ ഒരു അശ്വതി ചെയ്യുമ്പോൾ ഒരു വിധത്തിലും ഞാനല്ലാത്തൊരു ക്യാരക്ടറാണ്. ചെറിയൊരു നാട്ടിൻപുറത്ത് ജീവിച്ച് വളർന്ന് പഠിപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും അധികം പുറം ലോകമൊന്നും കാണാതെ ഒരു ചെറിയൊരു എൻവയോൺമെൻറ്റിൽ വളർന്ന് അതിൻ്റെ ഉള്ളിൽ പരിമിതമായിട്ടുള്ള എക്സ്പീരിയൻസസ് മാത്രമുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ അതാണ് കൂടുതൽ എന്താ പറയുക ചാലഞ്ചിങ് ആയിട്ടും തോന്നിയിട്ടുള്ളത്. ചെയ്യാൻ താല്പര്യമുള്ളതും എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. ഐ തിങ്ക് മീഡിയയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇപ്പോഴുള്ളൊരു ഇമേജ് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ബോൾഡാണ്, എന്താ പറയുക, അത്യാവശ്യം എറഗൻസ് ഉണ്ട് എന്നുള്ളൊക്കെ ഒരു ഇമേജാണ്. ബട്ട് ഐ എം ഓക്കെ വിത്ത് ഇറ്റ് ബിക്കോസ് ഞാൻ അത്യാവശ്യം ബോൾഡൊക്കെ തന്നെയാണ്. പക്ഷെ അതിൽ ഒരു മറുവശമുണ്ട്, അത് പക്ഷെ നിങ്ങൾ അറിയാതെ പോവും. അത് എൻ്റെ ഒരു സ്വകാര്യമായിരിക്കട്ടെ തന്നെ ഞാൻ വിചാരിക്കുന്നു. ഞാൻ അത്ര വിചാരിക്കുന്ന അത്ര എന്താ പറയുക, ഐ എം നോട്ട് എന്താ പറയുക, ഐ എം എ വെരി സിമ്പിൾ പേഴ്സൺ ആക്ച്വലി. നമ്മൾ ഈ പുറത്ത് കാണുന്നതിൻ്റെ അപ്പുറം ഐ എം എ വെരി സിമ്പിൾ വളരെ നോർമൽ പ്രിൻസിപ്പിൾസ് ഉള്ള ഒരാളാണ്. ഐ തിങ്ക് ഐ എം ഗോഡ്സ് ക്രിയേഷൻ. ഐ കാൻ ബി ഓൾ ദറ്റ് ഡിഫറെൻ്റ്. അത് ഒരു ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ പുറത്ത് കാണുന്നത് മേ ബി ഞാൻ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു
ക്രൗഡിലേക്ക്, ഒരു പബ്ലിക്കിലേക്ക് ഞാൻ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അത് വളരെ കോൺഷ്യസ് ആയൊരു ഡിസിഷൻ തന്നെയാണത്. ഇല്ല, അങ്ങനെ സൂക്ഷിച്ചൊന്നും ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഐ ബീൻ ക്വൈറ്റ് കെയർ ഫ്രീ. ഐ ഹാവ് ട്രൈ ടു എൻജോയ് മൈസെൽഫ്. ബിക്കോസ് എന്നാൽ മാത്രമേ ഈ ഒരു ഫീൽഡിൽ ഐ തിങ്ക് യു ക്യാൻ കം അപ്പ് ഓൺലി ഇഫ് യു എൻജോയ് ദിസ് ഫീൽഡ്. അല്ലാതെ നമുക്ക് ഒരു 9 to 5 ജോബ് ചെയ്യുന്ന പോലെ ചെയ്ത് പോകാൻ പറ്റില്ല. ഒബ്വിയസ്ലി സുധിയേട്ടന് അറിയാം. സോ ഞാൻ ഇത് ഓരോ ദിവസവും I have tried to be very true to myself, live life the way I want to live. അതിൽ പിന്നെ പ്രിറ്റൻഷൻസ് ആഡ് ചെയ്യാനുള്ള സമയമില്ല നമുക്ക്. അത് ഭയങ്കര ഒരു ജോലിയായി മാറും. പിന്നെ പല സമയങ്ങളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം പറ്റില്ല എന്ന് പറയേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ പറ്റില്ല എന്ന് തന്നെ പറയണം. അതിനിപ്പോൾ നമുക്ക് അച്ഛനമ്മേനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരാൻ പറ്റില്ല, അത് പറയാൻ വേണ്ടി മാത്രം. അപ്പം ഞാൻ തന്നെ പറയേണ്ട വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ആ സമയങ്ങളിൽ ഒരുപാട് നമ്മുടെ അടുത്ത് പറയാൻ മാത്രം വളർന്നോ പുതിയൊരു കുട്ടിയല്ല, അങ്ങനത്തെ ആ ടോക്സൊക്കെ ഉണ്ടാവും. പറയാതെ പോയി എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെ അടുത്താണ് സാധാരണ അറിയിക്കുക ഈ വക കാര്യങ്ങളൊക്കെ. നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഡേറ്റ്സ് ഒക്കെ കൂടുതലും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സാണ് മാനേജ് ചെയ്യുക. അവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഒബ്വിയസ്ലി അത് സിബി സാറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഇത്രയും വലിയൊരു മീഡിയ ഇവൻ്റായി മാറുമെന്ന് ഐ തിങ്ക് സിബി സാർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അത് എന്താണ് ഉണ്ടായിട്ടില്ലെന്ന് സാറിനും അറിയില്ല, എനിക്കും അറിയില്ല. അടുത്ത ദിവസം ഞങ്ങൾ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. The very next day we shot for the film. We finished the climax. I think നമ്മുടെ കേരളത്തിലെ മീഡിയ ഒക്കെ ആയിരിക്കും ഏറ്റവും നല്ല രീതിയിൽ ആക്ച്വലി ആർട്ടിസ്റ്റിനെ കാണുന്നതും ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ. ഇതിലും യെല്ലോ ജേർണലിസത്തിൻ്റെ ഒക്കെ പീക്സും ഹൈറ്റ്സും കാണണമെങ്കിൽ നമ്മൾ ആക്ച്വലി ഹോളിവുഡും ബോളിവുഡും ഒക്കെയാണ് നമ്മൾ കാണുന്നതല്ലേ. ഇവിടെയൊക്കെ ആക്ച്വലി നമ്മുടെ പ്രൈവറ്റ് ലൈഫിലേക്കൊന്നും അത്രയ്ക്കൊന്നും ഇൻട്രൂഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് ഓബ്വിയസ്ലി നമ്മൾ പബ്ലിക് ഫിഗേഴ്സ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ ഐ തിങ്ക് അത് ഞാനിതിൻ്റെ പാർട്ട് ആൻഡ് പാർസലായിട്ടേ കണ്ടിട്ടുള്ളൂ. ദാറ്റ് പീപ്പിൾ വിൽ ബി ക്യൂരിയസ്. അവർ ഡെഫിനറ്റ്ലി അത് ചില സ്റ്റേജസിൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ചിലപ്പോൾ നമുക്ക് അയ്യോ വൈ എന്നൊക്കെ തോന്നുമായിരിക്കാം. പക്ഷേ അതിൻ്റെ പ്ലസസ് നോക്കുമ്പോൾ അതൊരു ഈ ഒരു നെഗറ്റീവിനെ നമുക്ക് തള്ളിക്കളയാവുന്നേ ഉള്ളൂ. ഡെഫിനറ്റ്ലി സീനിയേഴ്സായിട്ട് വെറ്ററൻസായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സിങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ശ്യാം സാറായിട്ടുള്ള എനിക്കുള്ള സിങ്ക് എനിക്ക് വേറെ ഒരു ഡയറക്ടറായിട്ടും എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സാർ എത്ര സീനിയറാണ്. ബട്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തതാണ് ഋതു. ബട്ട് ഓബ്വിയസ്ലി എനിക്ക് ആ സിങ്ക് എനിക്ക് എല്ലാവരുടെ കൂടെ കിട്ടിയിട്ടില്ല. അത് മേ ബി അതെൻ്റെ ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ടായിരിക്കാം, ശ്യാം സാർ അത്രയ്ക്കും കെയർ എടുത്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ബട്ട് ഓബ്വിയസ്ലി എനിക്ക് യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. ഇഫ് ഇറ്റ്സ് സിദ്ധാർത്ഥ്, ലിജോ ആൻഡ് ആഷിഖ് നൗ, ഡെഫിനറ്റ്ലി യങ്സ്റ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കൂടുതൽ സിങ്ക്. അത് ബിക്കോസ് ഇറ്റ്സ് ഈസിയർ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യട്ടെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കാനുള്ള ഒരു ഫ്രീഡം ഉള്ളതാണ്. നമ്മൾക്ക് ഇപ്പോൾ സിബി സാർ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും സിബി സാറിൻ്റെ അടുത്ത് സാർ ഇങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ എന്ന് നമുക്ക് ഈ ഒരു ലാഘവത്തോടു കൂടി നമുക്ക് ചോദിക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ സജസ്റ്റ് സാർ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിച്ച്, ഓബ്വിയസ്ലി ആരും നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും വളരെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്ന പോലെ ഡെഫിനറ്റ്ലി ആ വെറ്ററൻസിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഐ എം പ്രിപ്പയർഡ് ദാറ്റ് ഇതൊരു ഫേസാണ്. വി ഓൾ ഹാവ് ആ ഹേ ഡേയ്സ്. നമ്മുടെ ബെസ്റ്റ് ടൈംസ് ഉണ്ടാവും. അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്തോളം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ടൊരു ലോസ് ഉണ്ടാവാം. ചിലപ്പോൾ ഈ ഹൈസ് ഇനിയും ഹൈസിലോട്ട് പോവാം. എന്ത് വേണമെങ്കിൽ സംഭവിക്കാം എന്നുള്ള കാര്യത്തിൽ ഐ എം പ്രിപ്പയർഡ് ഫോർ ദാറ്റ്.
പ്രിപ്പയർഡ് എന്നും കൂടിയല്ല പറയാം, ഐ എം അവെയർ ഓഫ് ഇറ്റ് ദാറ്റ് ഇറ്റ് മൈറ്റ് ഹാപ്പൻ എപ്പോൾ വേണമെങ്കിലും. ഇല്ല, ഇപ്പോഴും മാരേജും ലവ്, മാരേജ്, റൊമാൻസ്, ഇതൊക്കെ ഐ തിങ്ക് ഒരു വലിയ ലൈഫ്, ഇപ്പം എൻ്റെ ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു ഭാഗമായി കാണാനാണ് എനിക്ക് താല്പര്യം. റാദർ ദാൻ അതൊരു സെൻട്രൽ, അത് മാത്രമേ ഉള്ളൂ ലൈഫ് എന്ന് വിചാരിക്കുന്നതിലുപരി ഇപ്പോൾ എൻ്റെ പ്രൊഫഷനുണ്ട്, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ പാഷൻസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, എനിക്കിഷ്ടമുള്ള എൻ്റെ എൻ്റർടൈൻമെൻറ്റ് വേറെ മീഡിയാസ് ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു ഭാഗമായി ഒബ്വിയസ്ലി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചങ്കായിട്ട് തന്നെ കാണാൻ താല്പര്യമുള്ള ഒരു സംഭവമാണ്. ബട്ട് ഇതിൻ്റെ ഒക്കെ ഒരു ഇറ്റ്സ് പാർട്ട് ഓഫ് ദാറ്റ് സ്ഫിയർ എന്നാണ് ഞാൻ പറയുന്നത്. അതിപ്പോഴും മാറിയിട്ടില്ല, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇൻഡസ്ട്രിയോട് യോജിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള, എനിക്ക് ഇറിറ്റേഷനേക്കാൾ കൂടുതൽ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ഒരുപാട് ചില ആർട്ടിസ്റ്റ്, ഇപ്പം ഞാൻ പറയാം 22 ഫീമെയിൽ കോട്ടയം എന്ന് പറയുന്ന ഫിലിമിൽ TG രവി സർ ഒരു വേഷം ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല സുധിയേട്ടാ, ഞങ്ങളൊക്കെ ഒരു മോണലോഗ് ഉണ്ട് അതിൽ, സാറിൻ്റെ ഒരു കത്ത് വായിക്കുന്ന പോലെ പറയുകയാണ്. അപ്പോൾ സാറിൻ്റെ ഒരു സിംഗിൾ ഷോട്ട്, സൂം ഷോട്ടാണ്. ഒറ്റയടിക്ക് സാർ അത് പെർഫോം ചെയ്തിട്ട് ഫസ്റ്റ് ടേക്കിൽ ആഷിക്ക് കട്ട് പറയാൻ മറന്നുപോയി. ഷൈജു ഖാലിദാണ് ക്യാമറ. ഷൈജു ഖാലിദിന് കരച്ചിൽ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഷൈജു ആണ് ആദ്യം. ഷൈജു ഖാലിദൊന്നും അങ്ങനെ ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ, എത്ര നല്ല ഷോട്ട് കൊടുത്താലും എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണ് ഷൈജു ഒക്കെ. ഷൈജു ആണ് ഫസ്റ്റ് കൈയടിക്കുന്നത്. ഒരു ഫുൾ യൂണിറ്റ് കംപ്ലീറ്റ് സൈലൻസിൽ നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ നമ്മുടെ ഇൻഡസ്ട്രി അറിഞ്ഞില്ലല്ലോ എന്നാലോചിക്കുമ്പോഴേ, ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തു. എനിക്ക് അറിഞ്ഞൂടാ TG രവി സാറൊക്കെ എത്രമാത്രം ഇതുപോലത്തെ ഒരു ക്യാരക്ടർ റോൾസ് എത്രമാത്രം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ തിങ്ക് ദിസ് വിൽ ബി എ മൈൽ സ്റ്റോൺ. വളരെ ചെറിയ റോളാണ്, പക്ഷേ ഐ തിങ്ക് ഇത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും സാറിൻ്റെ കരിയറിൽ. ഞാൻ ആഗ്രഹിക്കുകയാണ് മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന്. അത്രയും നല്ലൊരു ആർട്ടിസ്റ്റാണ്, സച്ച് എ ഫാബുലസ് ആക്ടർ. അത് സാറിനൊന്നും യൂസ് ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്നുണ്ട് എനിക്ക്. അതെന്തായാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഐ തിങ്ക് അത് ഈ ഒരു ഇൻഡസ്ട്രി എന്നുള്ളതിൻ്റെ മാത്രം ഒരു കാര്യമല്ലല്ലോ അത്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ വേ ദ വേൾഡ് വർക്ക്സ്. നമ്മൾ ടോപ്പിൽ നിൽക്കുമ്പോഴേ നമ്മൾ ആവശ്യമുള്ളൂ. അത് എല്ലാ സ്ഫിയേഴ്സിലും അങ്ങനെയാണ്, എക്സെപ്റ്റ് ഫോർ മേ ബി ഓൺ എ പേഴ്സണൽ സ്ഫിയർ. നമ്മുടെ ഒരു ഫാമിലി സർക്കിളിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എത്ര പ്രായമായാലും നമ്മളെ കൊണ്ട് എന്ത് ഉപകാരം ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പ്, ബ്ലഡ് റിലേഷൻഷിപ്പ് വെച്ച് നമുക്ക് അവരെ എന്നും ആവശ്യമുണ്ട് എന്നുള്ളത് ആ ഒരു പേഴ്സണൽ സ്പേസിൽ മാത്രമേ ഉള്ളൂ. ഒരു പ്രൊഫഷണൽ സ്പേസിൽ, അത് ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിലും എന്ത് ഇൻഡസ്ട്രി ആണെങ്കിലും, നമ്മൾ ടോപ്പിൽ നിൽക്കുമ്പോൾ, നമ്മൾ കത്തി നിൽക്കുമ്പോൾ, നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ ആളുകൾക്ക് നമ്മൾ ആവശ്യമുള്ളൂ. ദാറ്റ് ഈസ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. അത് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രീനെ മാത്രം കുറ്റം പറയുന്നതിൽ ഒരു അർത്ഥമില്ല. എനിക്ക് തോന്നുന്നു ഇത്ര അധികം എനർജി നമ്മൾ ഇതിന് വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ എനർജി ശരിക്കും ക്രിയേറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് അവർ ഇൻഡസ്ട്രി. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥിതിയിൽ നിന്ന് ഐ തിങ്ക് നമ്മൾ ഒബ്വിയസ്ലി വഴക്കുകളുണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാക്കണം, എല്ലാവർക്കും ഒരുമിച്ച് നല്ല രീതിയിൽ കഴിയാൻ പറ്റണം. ഇതൊക്കെ ഈസ് വെരി വെരി ട്രൂ. പക്ഷേ അത് സിനിമയെ തന്നെ എഫക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വെൻ ആൻ ഇൻഡസ്ട്രി ഷട്ട്സ് ഡൗൺ, ഒരു സമരം വരുമ്പോൾ അത് ബാധിക്കുന്നത് നമ്മുടെ സിനിമയെ തന്നെയാണ്, നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ആളുകളെ തന്നെയാണ് അത് അപ്പോഴും ബാധിക്കുന്നത്. സോ ദർ ഷുഡ് ബി ബെറ്റർ വേസ് ഓഫ് ഡൂയിങ് ഇറ്റ്. ഇത് നമ്മുടെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ്, ഇത്ര ആളുകളേ ഉള്ളൂ. നമുക്ക് ഐ എം വെരി ഷുവർ വി ക്യാൻ ഫൈൻഡ് ബെറ്റർ വേസ് ടു സോൾവ് ഇറ്റ്.
ഐ ഫൈൻഡ് ഇറ്റ് വെരി സില്ലി സത്യം പറയുകയാണെങ്കിൽ. ഐ തിങ്ക് ഇനി നമ്മുടെ ഇൻഡസ്ട്രിയും നമ്മുടെ സിനിമയൊക്കെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ റിയൽ ടാലൻറ്റ് ഷുഡ് കം ഇൻ, ഫ്രഷ് ടാലൻറ്റ് ഷുഡ് കം ഇൻ. അല്ലാതെ ഇത് ഇങ്ങനെ മുരടിച്ച് പോവുകയുള്ളൂ. അല്ലെങ്കിൽ അതിന് ഈ ലോബി അല്ലെങ്കിൽ ഈ മെമ്പർഷിപ്പ് അതിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്. അത് എന്ന് മനസ്സിലാക്കുന്നു അന്ന് തന്നെ നമ്മൾ വളരുള്ളൂ. ആ ഒരു ക്രിയേറ്റീവ് ഗ്രോത്ത് എന്നാൽ തന്നെ ഉണ്ടാവുള്ളൂ. ഐ ഫൈൻഡ് ഇറ്റ് വെരി സില്ലി ഈ മെമ്പർഷിപ്പും കാര്യങ്ങളും. എനിക്ക് വന്ന ഓഫേഴ്സ് എനിക്ക് അങ്ങനെ ഭയങ്കരമായ ഓഫേഴ്സ് ഒന്നും വന്നില്ല. ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് വന്ന ഓഫേഴ്സൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള ഫിലിംസ് ആയിരുന്നു. ഇപ്പോൾ തെലുങ്കെന്നാണെങ്കിലും തമിഴെന്നാണെങ്കിലും. ആ ഒരു സമയത്തൊക്കെ ഇവിടെ ക്രിയേറ്റീവായിട്ടുള്ള എനിക്കിപ്പോൾ ഒരു സിറ്റി ഓഫ് ഗോഡും എനിക്കൊരു ഇന്ത്യൻ റുപ്പിയും ഒക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു രഞ്ജിത്തേട്ടനും സിബി മലയിലും ജോഷി സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ വെക്കാൻ എനിക്കൊന്നും ആരും ഓഫർ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാനൊന്നും അന്വേഷിച്ച് പോയിട്ടില്ല ഒരിക്കലും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാനത് അത്രയ്ക്ക് ഓവർ അംബീഷ്യസ് അല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും അന്വേഷിച്ച് പോയില്ല. പിന്നെ ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദ വർക്ക് ഐ വാസ് ഡൂയിങ്. ബിക്കോസ് ഇന്ന് ഇപ്പോൾ ഞാൻ ഐ തിങ്ക് എൻ്റെ ഒരു കരിയറിൽ ഏറ്റവും ഹാപ്പിയായി നിൽക്കുന്നൊരു പോയിൻ്റാണത്. ബിക്കോസ് നിദ്രയും 22 FKയും ഇനി അത് ഹിറ്റാവാതിരിക്കുക അതൊക്കെ വേറെ കാര്യം. ക്രിയേറ്റീവ്ലി ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് ഇത്രയധികം സാറ്റിസ്ഫാക്ഷൻ തന്ന 2 ഫിലിംസ് അടുത്ത് ഇനി ഉണ്ടാവുമോ എന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. അത്രയും ഹാപ്പി ആയിട്ടാണ് ഞാനിന്ന് നിൽക്കുന്നത്. സോ ഈ ഹാപ്പിനെസ് ചിലപ്പോൾ ഞാൻ കാശിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണെങ്കിലും വെറുതെ ഒരു മീഡിയോക്കർ ഫിലിം അവിടെ പോയി ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടില്ലായിരിക്കാം. എനിക്ക് ഉറപ്പാണത്. ഐ നോ വാട്ട് ഐ ആം. സോ എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിന്നത്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എനിക്കിങ്ങനെ ഒരുപാട് ഓഫേഴ്സ് തള്ളി വന്ന് ഞാൻ എന്ത് ചെയ്യുന്നറിയാതൊന്നും ഇരുന്നിട്ടില്ല. എനിക്ക് വളരെ ചുരുക്കം ഓഫേഴ്സേ വന്നിരുന്നുള്ളൂ. ആ വന്ന ഓഫേഴ്സും എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ ഓഫേഴ്സൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആൻഡ് ഐ എം വെരി ഹാപ്പി ബീയിങ് ഹിയർ കേട്ടോ. ഐ എം വെരി ഹാപ്പി ഹിയർ. ഞാനൊരിക്കലും പരിമിതികൾ വെച്ചിട്ടില്ല. അതായത് എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാനൊരിക്കലും എനിക്കൊരു പരിമിതി വെച്ചിട്ടില്ല. അങ്ങനെ വെക്കുന്ന ദിവസം ഞാൻ എന്നെ തന്നെ വളരെയധികം ലിമിറ്റ് ചെയ്യും. നമ്മൾ തന്നെ ലിമിറ്റ് ചെയ്യരുതല്ലോ. ഐ ഷുഡ് ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു ടെൽ മൈ ഡയറക്ടേഴ്സ് ആൻഡ് മൈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ദാറ്റ് ഐ കൻ ഡു വാട്ട് എവർ യു ഗിവ് മീ. ആ കോൺഫിഡൻസ് എനിക്ക് ആദ്യം ഉണ്ടായാലേ എൻ്റെ ഡയറക്ടേഴ്സിന് അത് എന്നിലുണ്ടാവുള്ളൂ. അതൊരിക്കലും ഞാൻ തന്നെ ആദ്യം പറയില്ല ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഒരിക്കലും ഞാൻ അങ്ങനെ എൻ്റെ കരിയറിനെ കണ്ടിട്ടുമില്ല. എന്തും ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. ബട്ട് പരിമിതികൾ ബാക്കിയുള്ളവർ എനിക്ക് സെറ്റ് ചെയ്ത് തന്നിരുന്നു ഒരു സമയത്ത്. ഇന്ന ക്യാരക്ടേഴ്സേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഐ തിങ്ക് അതൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. ഇപ്പോൾ ഉള്ളൊരു മീഡിയ ബ്ലിറ്റ്സ് ക്രീഗ് ഉണ്ട് അറൗണ്ട് ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് ആൻഡ് ഓൾ ദാറ്റ്. ഈ മീഡിയ അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലൈഫിനെ കുറിച്ച് ആളുകൾ അറിയുന്നു, നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്താണെന്ന് ആളുകൾ അറിയുന്നു. അപ്പോൾ നാച്ചുറലി ആളുകൾ അസോസിയേറ്റ് ചെയ്യും, ഓക്കെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഈ കുട്ടിക്ക് ചെയ്യാൻ പറ്റും. അത് വളരെ നാച്ചുറലാണ്. നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടത്തെ കാര്യം എങ്ങനെയാണോ ശോഭന, ഉർവശി ചേച്ചി, രേവതി ചേച്ചി, അവരൊക്കെ റിയൽ ലൈഫിൽ എന്താണെന്ന് ആരെങ്കിലും അറിഞ്ഞിരുന്നോ? അവരുടെയൊക്കെ ശബ്ദം എന്താണെന്ന് ആരെങ്കിലും അറിഞ്ഞോ? എല്ലാവർക്കും ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദമല്ലേ. അത്ര പോലും നമ്മൾ ആക്ടേഴ്സിനെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് അസോസിയേഷൻ ഉണ്ടായിരുന്നില്ല. ഇന്ന ആൾക്ക് ഇന്നതേ ചെയ്യാൻ പറ്റും എന്നുള്ള അസോസിയേഷൻ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇക്കാലത്ത് അതുണ്ട്. അത് ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകളുടെ ഒരു ഭാഗമാണത്. ബട്ട് അതിലുള്ളപ്പോൾ പോലും ആ ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ പോലും അതിനെ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആ മീഡിയനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ഓക്കെ വളരെ മോഡേൺ ആയിട്ടുള്ള അറ്റയർസ് മാത്രം ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ഐ മേഡ് എ കോൺഷ്യസ് ഡിസിഷൻ ടു ചേഞ്ച് ദ വേ ഐ പ്രസൻറ്റ് മൈസെൽഫ്. ഇങ്ങനെയും എനിക്ക് എന്നെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ തന്നെ എൻ്റെ ഇൻ്റർവ്യൂസിലൂടെ തന്നെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്.
എനിക്ക് തീരെ യോജിപ്പില്ല. ആക്ച്വലി എനിക്ക് നിദ്ര എന്ന് പറഞ്ഞ പടം ഡബ് ചെയ്യാൻ പറ്റിയില്ല. ഐ തിങ്ക് എൻ്റെ കരിയറിൽ ഞാനത് ഇനി എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഞാൻ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണത്. അതെൻ്റെ ഡിസിഷൻ ആയിരുന്നില്ല, അതെൻ്റെ ചുറ്റുപാടുകൾ കാരണം എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നൊരു കാര്യമാണ് അത്. പക്ഷേ ഞാൻ ഐ വിൽ റിഗ്രറ്റ് ഇറ്റ് ഓൾ മൈ ലൈഫ്. ബിക്കോസ് ആസ് ലോങ് ആസ് ഐ എം കൺസേൺഡ്, ഒരു ക്യാരക്ടർ നമ്മൾ ജീവൻ കൊടുക്കുന്നത് ആക്ടിങ് കഴിഞ്ഞ് ഷൂട്ട് കഴിയുമ്പോൾ 50% ആവുന്നുള്ളൂ എന്ന് ഞാൻ വളരെ സ്ട്രോങ് ആയി വിശ്വസിക്കുന്നു. നമ്മുടെ വോയിസിലാണ് എല്ലാം ഇരിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ മ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണുള്ളത്? ഒന്നുമില്ല. സത്യം പറയുകയാണെങ്കിൽ വോയിസിലാണ് എല്ലാം ഇരിക്കുന്നത്. അത് വേറൊരാൾ ഡബ് ചെയ്യുന്നത് ഐ തിങ്ക് വളരെ ഇൻകംപ്ലീറ്റ് ആണത്. യുവർ വർക്ക് ഇസ് വെരി ഇൻകംപ്ലീറ്റ് ഇഫ് യു ഡോണ്ട് ഡബ് ഫോർ യുവർ സെൽഫ്. ഒരുപാട് മാറിയിട്ടുണ്ട്. ഐ തിങ്ക് ഐ ഹവ് ബിക്കം മച്ച് മോർ പോസിറ്റീവ് എ പേഴ്സൺ. എനിക്ക് സിനിമ ഇൻഡസ്ട്രി തന്നെ ഒരുപാട് എന്താ പറയുക, ലൈഫിനെ വളരെ കുറച്ചും കൂടി ക്ലോസ്ലി ഒബ്സർവ് ചെയ്യാനും, സിനിമ ഇൻഡസ്ട്രി എന്ന് ഞാൻ പറയുന്നത് ലൈക്ക് സിനിമ per se has really made me look at life very positively, look at life much more closely, value relationships more than I did. I think cinema has made me a much better person എന്ന് ഞാൻ വളരെ സ്ട്രോങ് ആയി വിശ്വസിക്കുന്നു.